ഇതൊക്കെയാണ് തേവയാനുള്ളത് നമുക്ക് ഇൻഗ്രീഡിയൻസും. അപ്പം ഇതാണ് നമുക്ക് മെഷർമെൻറ്റ് കപ്പ്. ഈ കപ്പിൽ രണ്ട് കപ്പാണ് നമുക്ക് പഞ്ചസാരയുടെ അളവ്. ഇതിൽ തന്നെ 2 കപ്പാണ് മൈദയുടെ അളവ്. ഇതിൽ 1 കപ്പാണ് നമുക്ക് തൈരിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത്. അപ്പം ഈ കപ്പിൽ തന്നെ 1.5 കപ്പായിരിക്കും നമുക്ക് പാലിൻ്റെ ഒരു അളവെടുക്കാനുള്ളത്. ഇതിപ്പോൾ ഈ കപ്പിൽ തന്നെ 1/2 കപ്പായിരിക്കും നമുക്ക് ഓയിലിൻ്റെ ഒരു മെഷർമെൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാനുള്ളതൊക്കെ. നിങ്ങൾ ഈ കപ്പിൻ്റെ സൈസ് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ്സോ നിങ്ങൾക്ക് എന്തെങ്കിലും മെഷർമെൻറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊക്കെയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റിനൊക്കെ ഉള്ളത്. ഇപ്പം ആദ്യം പഞ്ചസാര എടുത്ത് നമുക്ക് ഈ ജാറിനകത്ത് നമുക്ക് ഇടാം നമുക്ക്. അപ്പം ആ 2 കപ്പ് പഞ്ചസാര മൊത്തം ജാറിനകത്ത് ഇട്ട് അത് നല്ലോണം ഇട്ട് പൊടിക്കണം, അത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ചക്കര പൊടിയാക്കണം നമ്മൾ. ഇതായിരിക്കും അതിൻ്റെ പാകം എന്ന് പറയുന്നത്. നല്ലോണം പൊടിയാക്കണം നമ്മളിങ്ങനെ, കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം. ഫസ്റ്റ് ഈ 2 കപ്പ് മൈദ ആഡ് ചെയ്യാം. പിന്നെ അതിൽ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ. കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. പഞ്ചസാര ആഡ് ആക്കാം. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നല്ല പദമായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സിൻ്റെ കൂടെ ഇപ്പം പാലും കൂടെ ചേർക്കുക. ഇനി അതിന് ശേഷം ഓയിൽ. ഇപ്പം നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം തൈര് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പം നമ്മളിന്ന് ചെയ്യുന്ന കേക്ക് എന്താണെന്ന് വെച്ചാൽ ഓറഞ്ച് റെസിപ്പി കേക്കാണ്. അപ്പോൾ ഞങ്ങൾ അതിന് യൂസ് ചെയ്യുന്നത് റിയൽ ആയിട്ടുള്ള ഓറഞ്ച് ചുളയെടുത്ത് അത് മിക്സിനകത്ത് അരച്ചിട്ട് അതിൻ്റെ ചാറാണ് യൂസ് ചെയ്യുന്നത്. 7 സ്പൂൺ നമുക്ക് ഓറഞ്ച് ജ്യൂസായിട്ട് എടുത്തത് മതി. അപ്പോൾ നിങ്ങൾക്ക് ഓറഞ്ച് ഇഷ്ടമില്ലെന്നെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം വെനില എസൻസോ റോസിൻ്റെ എസൻസ്, അപ്പോൾ എസൻസ് ബോട്ടിൽ കിട്ടില്ല, അപ്പോൾ നമുക്കതങ്ങ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു പ്രഷർ കുക്കറിനകത്ത് കുറച്ച് സാൾട്ട് ഇട്ട് ഇങ്ങനെ ഒരു 15 മിനിറ്റ്സ് നല്ലോണം അതിങ്ങനെ ചെയ്യുക. വിസിലിടാതെ നമ്മളിങ്ങനെ വെറും സാൾട്ട് മാത്രം ഇട്ട് കുറച്ച് ചൂടാക്കി വയ്ക്കുക. ചൂടായതിനു ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത ബൗൾ അങ്ങനെ അതിനകത്ത് ഒങ്ങി വെക്കുക. കാരണം നമ്മളിതിന് മൈക്രോവോൺ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും കുക്കറിനകത്താണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കറിനകത്ത് ഉപ്പിന് ഡയറക്റ്റായിട്ട് വെക്കുന്നതിന് പകരം ഇങ്ങനെ കമ്പി ഉണ്ടല്ലോ നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കുന്ന കമ്പി, ആ കമ്പിയുടെ മേലെ നമ്മൾ വെച്ചാൽ മാത്രമേ നമ്മൾ. അപ്പം നമ്മുടെ മിക്സ് റെഡിയായി. ഇപ്പം എടുത്ത് കുക്കറിനകത്ത് വെക്കുക. അപ്പം മിക്സ് ഈ ചെറിയ പാത്രത്തിലോട്ട് ഞങ്ങൾ മാറ്റി ഇപ്പം, കാരണം കുക്കറിനകത്ത് വെക്കാനുള്ളത്. അപ്പോൾ അത്രയും വലിയ ഇത് വേണ്ടെന്ന് പറഞ്ഞു വെച്ച് ഞങ്ങൾ ചെറിയ പാത്രത്തിനകത്ത് മിക്സ് മാറ്റിയിട്ട് ഇപ്പോൾ കുക്കറിനകത്ത് വെക്കാൻ പോവാണ്. അപ്പം പതുക്കെ കുക്കറിനകത്ത് വെച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്ന് വെച്ചാൽ കുക്കറിനകത്ത് വിസിലിടാൻ പാടില്ല. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് നമ്മൾ നല്ലോണം മൂടി വെച്ചിട്ട് നമ്മൾ നല്ലോണം കുക്കർ ബോയിലാവാൻ വേണ്ടി റെഡി ആക്കിയാൽ മതി. അപ്പം നോ വിസിൽ, നോ ഹൈ ഫ്ലെയിം. ഫൈനലി ഓറഞ്ച് കേക്ക് റെഡിയായി. സോ നിങ്ങളും ട്രൈ ചെയ്യുക. Share your opinions and comments. Happy Sunday. Thank you. Bye.